ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഗൾഫിലുണ്ടായ ഞങ്ങളുടെ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ഗൾഫിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡ് മറ്റൊരു വലിയ ബ്രാൻഡ് അക്വയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ മക്കളെല്ലാം പലതായിട്ട് പിരിഞ്ഞു, പല ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തി. അവർ മുമ്പ് ചെയ്തിരുന്ന ബിസിനസ്സിലേക്ക് തന്നെയാണ് ഇവരെല്ലാം വെഞ്ചർ ചെയ്തത്. അപ്പോൾ അതിലെ ഒരു ബ്രദർ നമ്മളെ കണക്ട് ചെയ്തു. കാരണം അദ്ദേഹം ഏകദേശം ഇത് പിരിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 8 മാസമായിട്ട് ഈ ബിസിനസ് റൺ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ അത്ര സക്സസ്ഫുള്ളായിട്ട് പോകുന്നില്ല. അപ്പം ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചു വരുത്തിയത്. അത് ശരിയാക്കണമെന്നുള്ളത് അടുത്ത കാര്യം. ഞങ്ങൾക്ക് ബിസിനസ് സ്കാൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനാണ് സ്കാൻ നടത്തുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ വിളിച്ചു വരുത്തിയത്. ഞാൻ ഇൻഡിവിജ്വലി പോയ ഒരു പ്രൊജക്റ്റ് കൂടിയാണ്. അപ്പം ഞാൻ ഗൾഫിൽ ചെന്നിറങ്ങുന്നു. അപ്പോൾ എന്നെ റിസീവ് ചെയ്യാനായിട്ട് ഇവർ വരുന്നത് ബെൻറ്റ്ലിയിലാണ്. ബെൻറ്റ്ലി കാർ അറിയാമല്ലോ, ആദ്യമായിട്ടാണ് ഞാൻ ബെൻറ്റ്ലിയിലൊക്കെ കയറുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, വളരെ റിച്ചായിട്ടുള്ള ഫിൽത്തി റിച്ചായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അദ്ദേഹം വന്നു. ഈ ബ്രദർ തന്നെയാണ് വന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബ്രദറും കൂടി ഈ സംരംഭത്തിനകത്തുണ്ട്. അപ്പം അദ്ദേഹം വേറെ എന്തൊക്കെയോ സ്കൈ ഡൈവിങ്ങിനൊക്കെ പോയിരിക്കുകയാണ്. കാരണം ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ താല്പര്യമുള്ള ഒരു ബ്രദറാണ്. അപ്പോൾ ഇദ്ദേഹമാണ് കൂടുതലും ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ കൂടുതൽ നോക്കുന്നത്. ഞങ്ങൾ ചെന്നു, ഞങ്ങൾ ആ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചു. ഏകദേശം ഒരു 4-5 ദിവസത്തോളം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വളരെ ഡീറ്റെയിൽഡായിട്ട് ഞങ്ങൾ പ്രോസസ്സുകളിലൂടെയും പീപ്പിളിലൂടെയും അതിൻ്റെ പ്രൊസീജിയറുകളിലൂടെയും ഒക്കെ കടന്നുപോയി. അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒബ്സർവ് ചെയ്തു. ഇതെല്ലാം കണ്ട് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വലിയ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഏകദേശം 45-50 വർഷത്തോളം ഈ ഗൾഫ് രാജ്യത്തുണ്ടാവുകയും വളരെ സ്ക്രാച്ചിൽ നിന്ന് ബിസിനസ് വലുതാക്കി അദ്ദേഹം സെല്ല് ചെയ്യുകയും ചെയ്ത ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് 5 മക്കളാണുള്ളത്. ഈ 5 മക്കളും ഏകദേശം വളർന്ന് എനിക്ക് തോന്നുന്നു ഒരു ടീനേജിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അദ്ദേഹം അത്യാവശ്യം പൈസക്കാരനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വളർന്നത് വളരെ സുഖസൗകര്യത്തോടു കൂടിയാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ വളരുകയും അവരുടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ മകൻ ഏകദേശം ഒരു 40 വയസ്സുണ്ടാവും. സുഖകരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസവും UK പോയാണ് വിദ്യാഭ്യാസമൊക്കെ ചെയ്തത്. അങ്ങനെ വളരെ സുഖമായിട്ട്, പ്രത്യേകിച്ച് ഒരു അല്ലലും അറിയാതെ വളർന്നു വന്നിട്ടില്ല. ഇതൊരു ടിപ്പിക്കൽ കേസാണ് അല്ലേ? ഇപ്പോഴത്തെ കഴിഞ്ഞ ജനറേഷൻ ബിസിനസ്സുകാരൊക്കെ ഇപ്പോഴത്തെ അവരുടെ മക്കളിലേക്ക് ബിസിനസ് പകർന്നു നൽകുമ്പോൾ ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടാവും. കാരണം ഇവരെല്ലാവരും വളരെ ബോൺ വിത്ത് സിൽവർ സ്പൂണാണ്. മാത്രമല്ല വളരെ സുഖകരമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ജനിച്ച് വളർന്നിട്ടുള്ളവരാണ്. UK പോയി ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അതും വളരെ നല്ല ഡിഗ്രി ഒന്നുമല്ല, നല്ല കോളേജിൽ നിന്നോ നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഒന്നും ആവില്ല ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവുക. അങ്ങനെ അത് എടുത്തിട്ടുണ്ടാവും. ഇതൊരു ടിപ്പിക്കൽ, എനിക്ക് തോന്നുന്നു ഒരു 80% കേസിലും ഇങ്ങനെയായിരിക്കും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് വർക്ക് ചെയ്യാനൊന്നും വയ്യ. അതൊരു ദിവസം ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ അവിടെ ഓഫീസെന്ന് പറഞ്ഞാൽ വളരെ പോഷായിട്ടുള്ളൊരു ഓഫീസാണ്. ആ ഓഫീസിൽ ആൾ വന്നിരിക്കുന്നു. അദ്ദേഹം ആ ചെയറിൽ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സുഖിച്ചിട്ടുള്ള ആ ഇരുത്തമൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒരു 15 മിനിറ്റിൽ കൂടുതലൊക്കെ മീറ്റിംഗ് പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് അസ്വസ്ഥതയായി. പുള്ളി വാച്ച് നോക്കുകയായി, മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയി, ശ്രദ്ധ പോയി. പതിയെ പുള്ളി എണീറ്റ് പോയി, പുള്ളി ഒന്ന് ബാത്റൂമിൽ പോയി, ഒരു സിഗരറ്റ് വലിക്കാൻ പോയി, തിരിച്ചു വന്നു. അപ്പോഴേക്കും നമ്മുടെ ആ ഡിസ്കഷനൊക്കെ ആകെ പ്രശ്നമായിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കാൻ പോലും പറ്റില്ല. ഒരു റിവ്യൂ പോലും ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഇല്ല. ഇതിനകത്ത് ഇൻ ദ ബിസിനസ് ആവാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര വലുതായാലും ഒരു ബിസിനസ് പുതിയതായിട്ട് തുടങ്ങുമ്പോൾ കുറച്ചെങ്കിലും നമ്മൾ അതിനകത്തൊരു ആത്മാർത്ഥത കാണിക്കുകയും ഒരു ഇൻ ദ ബിസിനസ് ആവുകയും വേണം. ഇനിയിപ്പോൾ അങ്ങനെ തീരെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അതിന് പറ്റുന്ന ക്യാപ്പബിലിറ്റി ഉള്ള എംപ്ലോയീസ് കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഉണ്ടാക്കിയിരുന്ന വലിയ പ്രസ്ഥാനത്തിൽ നിന്ന് 1-2 ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ, ഫാദർ ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിൽ എല്ലാം ഫാദർ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പീപ്പിൾ ഡ്രിവൺ ബിസിനസ്സാണ്. അദ്ദേഹം തന്നെയാണ് ഈ ബിസിനസ്സിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവിടുത്തെ എംപ്ലോയീസ് ഒന്നും ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്ത് പരിചയമൊന്നുമില്ല. അവർക്കൊരു സിസ്റ്റം ഉണ്ടാക്കാനോ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാനോ ഒന്നും അറിയില്ല. അവരുടേതായിട്ടുള്ളൊരു രീതിയിലുള്ളൊരു പരിപാടിയാണ് നടത്തുന്നത്. അങ്ങനെ വന്നപ്പോൾ പുതിയതായിട്ട് എംപ്ലോയീസ് കുറേ വന്നിട്ടുണ്ട്. അവർക്കൊന്നും ഇവരുടെ രീതികളൊന്നും കൾച്ചറൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ആകെ പ്രശ്നമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഈ പ്രശ്നത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് പർച്ചേസ് മുതൽ അക്കൗണ്ട്സ് തൊട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രൊസീജിയറുകളിലും പോളിസികളിലുമൊക്കെയുള്ള ക്ലാരിറ്റി ഇല്ലായ്മ ഭീകരമാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ പ്രസൻറ്റ് ചെയ്തു. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട 5-6 കാര്യങ്ങളാണ്. അതായത് പുതിയ തലമുറയിലേക്ക് കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് വർക്കൗട്ട് ആവാത്തത്. ഏറ്റവും ആദ്യത്തെ കാര്യം ലാക്ക് ഓഫ് മോട്ടിവേഷനാണ്.
ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡ്രൈവ് ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു റീസൺ വേണമല്ലോ. പൈസ ഉണ്ടാവണമെന്നോ, നല്ല സാഹചര്യങ്ങൾ വേണമെന്നോ, നല്ല വീട്ടിൽ താമസിക്കണമെന്നോ, നല്ല കാർ ഓടിക്കണമെന്നോ ഒക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നത്. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. അത് ഓൾറെഡി ഓടിക്കുന്നത് റോൾസ് റോയ്സും ബെന്റ്ലിയൊക്കെയാണ്. താമസിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ വില്ലയിലാണ്. എല്ലാ സുഖസൗകര്യങ്ങളും എന്തും ഒരു ഞൊടിയിടയിൽ അദ്ദേഹത്തിന് ലഭ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് യാതൊരു മോട്ടിവേഷനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാക്കാനുള്ള ഒരുപാട് ടെക്നിക്സും ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്താലേ നടക്കുകയുള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹം ഒരു സാച്ചുറേഷനിലാണ്. ഇതാണ് ആദ്യത്തെ പ്രശ്നം. അപ്പോൾ നിങ്ങളുടെ പുതിയ തലമുറയിലേക്ക് ഇത് കൊടുക്കുമ്പോൾ ഇവർ സാച്ചുറേഷനിലാണോ എന്നുള്ളത് ശരിക്കും ഒന്ന് ആലോചിക്കണേ. രണ്ടാമത്തെ ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ്. അതായത് ഇവർക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ല. ഇപ്പോൾ വളർന്നു വരുന്ന സമയത്തൊക്കെ ഇവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ട് ഫാദർ ഇവരെ അധികം പരിപാടികളിലൊന്നും ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ പഠിക്കാനൊക്കെ വിട്ടു. UK പഠിക്കായിരുന്നോ എന്ന് അറിയില്ല, എങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്നില്ല, ബിസിനസ്സിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഷോപ്പ് ഫ്ലോറിൽ എന്താ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. എന്തൊക്കെയാണ് ഇതിനകത്തുള്ള മെക്കാനിസംസ് ഒരു ധാരണയില്ല. പോളിസി എന്താ, പ്രൊസീജിയർ എന്താ, വെൻഡേഴ്സായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻഎക്സ്പീരിയൻസ് എല്ലാം തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവർ എക്സ്പീരിയൻസ്ഡ് അല്ല എന്നുള്ളൊരു ഫീലിംഗ് സ്റ്റാഫിന് മൊത്തം ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് ഒരു റെസ്പെക്റ്റ് കിട്ടത്തില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ ഇനാഡിക്വേറ്റ് എക്സ്പീരിയൻസും ലാക്ക് ഓഫ് മോട്ടിവേഷനും കൂടി ചേർന്നാൽ ഇതൊരു ഭീകര കോമ്പിനേഷനാണ്. ബിസിനസ് ഫെയിലിയർ ആവാൻ വേറെ ഒന്നും ആവശ്യമില്ല. അടുത്തത് ഒരു എൻടൈറ്റിൽമെൻറ്റ് മെൻറ്റാലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഫാദർ വിജയിപ്പിച്ച ബിസിനസ്സാണല്ലോ, ഏകദേശം അതേ രീതിയിലൊക്കെ തന്നെയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി ഇത് വിജയിച്ചോളും എന്നുള്ളൊരു ധാരണ. അദ്ദേഹം എന്തൊക്കെ രീതികളിലൂടെ, എന്തൊക്കെ പോളിസികളിലൂടെ, എന്തൊക്കെ സ്ട്രാറ്റജികളിലൂടെ, എന്തൊക്കെ റിലേഷൻസ് ഉണ്ടാക്കിയിട്ടായിരിക്കും ഇത് ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അതൊന്നും ആലോചിക്കാതെ ഇത് മുമ്പ് നമ്മൾ നന്നായി ചെയ്തിരുന്നത് കൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി വിജയിക്കേണ്ടതാണ് എന്നുള്ള തെറ്റായ ഒരു കോൺഫിഡൻസ്, ഇതും വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതൊക്കെ റെഡി ആയിക്കോളും എന്നുള്ള, അതായത് ഈ വിഷയത്തിൻ്റെ ഒരു ഭീകരത പുള്ളിക്ക് മനസ്സിലാവാൻ നമ്മൾ ഈ കംപ്ലീറ്റ് പ്രോസസ് സ്റ്റഡി ആൻഡ് അനാലിസിസും ബിസിനസ് സ്കാനും ഒക്കെ പ്രസൻറ്റ് ചെയ്ത് 2-3 തവണ ഈ കണക്കുകൾ കൃത്യമായി പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കുറച്ച് സീരിയസ്നെസ് എങ്കിലും ഉണ്ടാകുന്നത്. അപ്പോഴോ മുഴുവൻ ആയി എന്ന് പറയാൻ പറ്റില്ല. ഇത്തരത്തിൽ ഒരു മൂഢസ്വർഗത്തിലിരിക്കുന്ന ആളുകൾ. നാലാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആണ്. ഒരു കാര്യം ഒന്ന് മാറ്റി ചിന്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ വിചാരിക്കും ഒന്ന് ചേഞ്ച് ആവാൻ എന്താ ബുദ്ധിമുട്ട്, അപ്പം നമുക്ക് പോലും ചേഞ്ച് ആവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മളോട്, ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം കൈ ഒന്ന് കെട്ടു എന്ന് പറയുമ്പോൾ കൈ ഒന്ന് കെട്ടാമോ? ഇങ്ങനെ കെട്ടി അല്ലേ? ഇനി ഈ കൈ ഒന്ന് തിരിച്ച് കെട്ടി നോക്കിയേ. അതായത് ഇപ്പം കെട്ടിയിരിക്കുന്നതിൽ നിന്ന് ഒന്ന് തിരിച്ച് ഒന്ന് ചെറിയൊരു കൺഫ്യൂഷൻ വന്നില്ലേ? മിക്ക ആളുകൾക്കും ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടോ ഈ തിരിച്ച് കെട്ടുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കെട്ടുക എന്നുള്ളത്. കാരണം എന്താ, നമ്മൾ സ്ഥിരമായിട്ടൊരു രീതിയിൽ കൈ കെട്ടി ശീലിച്ചു പോയി. അതിനൊന്ന് തിരിച്ച് കെട്ടാൻ പറഞ്ഞാൽ പോലും നമുക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ, ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഒരു ചേഞ്ചിന് പോലും നമുക്കൊരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി കൈ കെട്ടാൻ പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ പഴയ രീതിയിൽ തന്നെ കെട്ടുന്നത്. അപ്പോൾ അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഒരു കാര്യം മാറ്റാൻ പറഞ്ഞാൽ, ഒരു പ്രോസസ്സ് മാറ്റാൻ പറഞ്ഞാൽ, ഒരു പോളിസിയിൽ ചേഞ്ച് വേണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ മെക്കാനിസത്തിൽ ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞാൽ, ഇതിലൊക്കെ ആളുകൾക്ക് കൺഫ്യൂഷനാണ്. വേണോ വേണ്ടയോ, മാറ്റിയ പ്രശ്നമാവോ, ഇങ്ങനെയുള്ള ധാരണ ടോപ്പിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ താഴെയുള്ള ആൾക്കാരുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ ഇത് തന്നെയാണ് അവരെ ഭയങ്കരമായിട്ട് ബാധിച്ച ഒരു കാര്യം. മറ്റൊന്ന് വാല്യൂ സിസ്റ്റംസാണ്. ഇത് ഒട്ടും ടാഞ്ചിബിൾ ആയിരിക്കില്ല. വാല്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഫാദറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ റോ ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അൺബിലീവബിൾ കമ്മിറ്റ്മെൻ്റാണ്. അതുപോലെ തന്നെ റെസ്പെക്റ്റ്, മറ്റുള്ള ആളുകൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളെയൊക്കെ കാണുമ്പോൾ തന്നെ വളരെ വിനീത വിധേയരായി സംസാരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പുള്ളി വളരെ ബില്യനെയറാണ്. എങ്കിൽ പോലും നമ്മളോടൊക്കെ വളരെ മനോഹരമായി സംസാരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിനോട് റെസ്പെക്റ്റ് ഓട്ടോമാറ്റിക്കലി തോന്നും. ഇയാൾ എല്ലാം മനസ്സിലാക്കിയ മനുഷ്യനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതേസമയം മക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല. അതായത് അവർക്ക് ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, അവർക്ക് ആ റെസ്പെക്റ്റ് ഇല്ല, അവർക്ക് ആ ഒരു ഹംബിൾനെസ് ഇല്ല. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിനുള്ള പല വാല്യൂസും മക്കൾക്കില്ലാതെ പോയി. ഈ വാല്യൂ സിസ്റ്റം കൊണ്ടാണ് ഈ ബിസിനസ് ഇത്രയും കാലം നിലനിന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഈ വാല്യൂ സിസ്റ്റം വെച്ച് ഈ ബിസിനസ് അധികകാലം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇവരുടെ വാല്യൂസ്, ഇവർക്കും ചിലപ്പോൾ നല്ല വാല്യൂസ് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അത് എന്ത് വാല്യൂസ് ആണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിനാണ് ആക്ച്വലി പിന്നീട് ട്രൈ ചെയ്തിട്ടുള്ളത്.
ആൻഡ് ഫൈനലി എക്സ്റ്റേണൽ പെർസെപ്ഷൻസ് ആണ്. കാരണം പുതിയ ഒരാൾ വരുന്നു ഒരു ലീഡർഷിപ്പിലേക്ക്. അങ്ങനെ വരുമ്പോൾ പഴയ ആളുകളുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഴയ കുറച്ച് എംപ്ലോയീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും ഈ ഫാദറിനെ അംഗീകരിക്കുന്ന പോലെ മക്കളെ അംഗീകരിക്കുന്നുമില്ല. അത് അംഗീകരിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഇനിയിപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ തന്നെ അത് ഫീൽ ചെയ്യിപ്പിക്കുന്നില്ല. ആ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇല്ല. ലീഡർഷിപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചാൽ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു സാധനം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ലീഡർഷിപ്പ് സ്കിൽസും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി വീണ്ടും പരാജയത്തിലേക്ക് കൂപ്പുത്തുകയായിരിക്കും ഫലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് ഇല്ല, ഇനീഷ്യേറ്റീവ് ഇല്ല. അതുകൊണ്ട് പുതിയ ടെക്നോളജി എടുക്കാൻ പറ്റുന്നില്ല, പുതിയ പ്രോസസ് എടുക്കാൻ പറ്റുന്നില്ല, സിസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നില്ല, വലിയ വിഷനില്ല. അൾട്ടിമേറ്റ്ലി ഞങ്ങൾ ഈ ഒരു എനിക്ക് തോന്നുന്നു ഏറ്റവും ദൈർഘ്യമേറിയ ഞങ്ങളുടെ പ്രസൻറ്റേഷനുകളിൽ ഒന്നായിരുന്നു അത്. ഏകദേശം ഒരു 13-14 മണിക്കൂറോളം ഞങ്ങളിത് പ്രസൻറ്റ് ചെയ്യേണ്ടി വന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും എടുത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് നമ്മൾ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കുക എന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന് അത് മനസ്സിലായി, വളരെ കൃത്യമായി ഉൾക്കൊള്ളുകയൊക്കെ ചെയ്തു. പക്ഷെ ഒരു കാര്യം പറയാം, പിന്നീട് പക്ഷേ അദ്ദേഹം അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ മെനക്കെട്ടില്ല. കാരണം അത്രയും സുഖത്തിലേക്ക് അവരുടെ ജീവിതം പോയിട്ടുണ്ടായിരുന്നു. ഇംപ്ലിമെൻ്റ് ചെയ്യാൻ മെനക്കെട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ അപ്രീഷിയേറ്റ് ചെയ്തു ഇതിനെയൊക്കെ. പക്ഷേ 3 മാസങ്ങൾക്ക് ശേഷം പുള്ളി ആ ബിസിനസ് നിർത്തുകയാണ് ചെയ്തത്. കാരണം പുള്ളിക്ക് മനസ്സിലായി ഇത് പുള്ളിയെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്ന് മനസ്സിലായി. പുള്ളി US പോയി സെറ്റിൽ ചെയ്തു എന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. അതായത് പുള്ളിക്ക് ഒരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി. പുള്ളി വേറെ എന്തോ ഒരു സംഭവം സൈലൻറ്റ് ഇൻവെസ്റ്ററായിട്ട് US എന്തോ ഒരു ബിസിനസ്സിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ പോയിട്ട് ഇപ്പോൾ സെറ്റിലായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പറ്റുന്ന പണി എടുക്കാവൂ, പറ്റുന്ന ആൾക്കാർക്ക് പണി ഏൽപ്പിച്ചു കൊടുക്കാവൂ. ഓൾ ദി ബെസ്റ്റ്. ഇനിയും കാണാം.